ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കൊറോണയും വെള്ളപ്പൊക്കവും അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ സ്വാതന്ത്ര്യദിനത്തിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തുകൊണ്ട് അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോ ഞാൻ ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചതാണ്. അതിനെനിക്ക് പറ്റിയില്ല, കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും സ്വാതന്ത്ര്യദിനാശംസകൾ. ഇതിനായിട്ട് ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലും നമ്മുടെ ഈ ബോട്ടിലായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഈ ബോട്ടിൽ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാം. ഞാനിവിടെ ഫെവിക്കോളും വൈറ്റ് പെയിന്റും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. നമുക്ക് ഫസ്റ്റ് കോട്ട് ഈ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഫസ്റ്റ് കോട്ട് സ്പോഞ്ച് വെച്ചാണ് അടിച്ചു കൊടുക്കുന്നത്. എനിക്ക് ബ്രഷേക്കാളും എളുപ്പം സ്പോഞ്ച് വെച്ച് അടിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ഫസ്റ്റ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സെക്കൻഡ് കോട്ട് ബ്രഷ് യൂസ് ചെയ്താണ് അടിച്ചു കൊടുക്കുന്നത്. സ്പോഞ്ച് വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ടെക്സ്ചർ നമ്മുടെ ബോട്ടിൽ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ 2 കോട്ട് പെയിന്റ് അടിച്ച് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വർക്കൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ തീപ്പെട്ടിക്കൊള്ളി കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് ഈ തീപ്പെട്ടിക്കൊള്ളി ഈ ബോട്ടിലിൽ ഇവിടെ റൗണ്ട് ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. എന്നിട്ട് ബ്രഷ് വെച്ച് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫെവിക്കോളിന് പകരം ഗ്ലൂ ഗൺ വെച്ച് വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തീപ്പെട്ടിക്കൊള്ളി ഓരോന്നായിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ബോട്ടിൽ റൗണ്ടായിട്ട് ഫുള്ളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തീപ്പെട്ടിക്കൊള്ളിക്ക് പകരം ബാംബൂ സ്റ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈർക്കിളിയോ യൂസ് ചെയ്യാം. എനിക്ക് തീപ്പെട്ടിക്കൊള്ളി വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല ഭംഗി തോന്നിയത്. നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല രസമല്ലേ ഇത് കാണാൻ? ഇനി ഇതേപോലെ തന്നെ ഈ ബോട്ടിൻ്റെ അടിഭാഗത്തും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം എങ്ങനെയാണ് ഒട്ടിച്ചത് അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഓരോ തീപ്പെട്ടിക്കൊള്ളി വെച്ച് റൗണ്ട് ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ തന്നെ ഒട്ടിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇത് ചെയ്തെടുക്കാം. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗി തോന്നി. ഇനി നമുക്കിതിൽ ഫുള്ളായിട്ടൊന്ന് പെയിന്റ് അടിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് ആ ഒരു തീമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്ലാഗിൻ്റെ കളറാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് നമുക്ക് ഓറഞ്ച് കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിയിലും കൂടി നമുക്ക് ആ കളർ ഒന്ന് അടിച്ചു കൊടുക്കണം. നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിയുടെ അറ്റത്തുള്ള ആ ബ്ലാക്ക് സാധനമില്ലേ, അതിലും കൂടി നമുക്ക് ആ പെയിന്റ് ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ മുകളിൽ ഫുള്ളായിട്ടും ഓറഞ്ച് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ അടിഭാഗത്തും കൂടി നമുക്ക് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം എങ്ങനെയാണോ അടിച്ചെടുത്തത് അതേപോലെ തന്നെ ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ ആ തീപ്പെട്ടികളുടെ പുറത്തൂടെ എല്ലാം നല്ലപോലെ ഒന്ന് പെയിന്റ് അടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഫുള്ളായിട്ടും പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോട്ടിലിന്റെ നടുക്ക് വെക്കാൻ വേണ്ടി ഒരു ഇന്ത്യ ഞാൻ ഇതുപോലെ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് റവ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ പേപ്പർ ചുമ്മാ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കാണാൻ വലിയ ഭംഗി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു ടെക്സ്ചറിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ റവ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഇതിന്റെ പുറത്ത് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഫെവിക്കോൾ തേച്ച് കൊടുക്കണം. എന്നിട്ടൊരു ബ്രഷ് വെച്ച് നമുക്ക് ഫുള്ളായിട്ട് ആ ഫെവിക്കോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ റവ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പേപ്പറിൽ ഒട്ടിപ്പിടിക്കും. നമുക്ക് റവയ്ക്ക് പകരം നമ്മൾ കടൽ തീരത്തൊക്കെ കാണുന്ന പൊടിമണലില്ലേ,
അതിട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും കാണാൻ. ഞാൻ ഇവിടെ റവയാണ് യൂസ് ചെയ്യുന്നത്. റവയുടെ ടെക്സ്ചർ നല്ല രസമാണ്. അതിൽ പെയിൻ്റ് ഒക്കെ അടിച്ചെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്കിതിൻ്റെ പുറത്ത് ഫുള്ളായിട്ടൊന്ന് റവ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഫുള്ളായിട്ട് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് ഇതിൽ നിന്ന് പറിച്ചെടുക്കാം. അപ്പം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് വിട്ടെടുക്കാം. നമ്മൾ പേപ്പർ ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം പറിച്ചെടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കീറിപ്പോകും. ഇപ്പം ഇതിൽ റവയൊക്കെ നല്ലപോലെ ഒട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഈ ബോട്ടിലിൻ്റെ നടുക്കായിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഫെവിക്കോൾ യൂസ് ചെയ്താണ് ഇത് ഒട്ടിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല രസമല്ലേ ഇത് കാണാൻ? റവയുടെ ടെക്സ്ചർ നല്ല ഭംഗിയാണ്. ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല. അപ്പം ഞാൻ ഇതിൽ കുറച്ച് പെയിന്റ് കൂടി അടിച്ചു കൊടുക്കുകയാണ്. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഇന്ത്യയെ 3 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ കളർ തന്നെ ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ മുകളിൽ ഫുള്ളായിട്ടൊന്ന് ഓറഞ്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നടുക്ക് വൈറ്റ് കളറും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി അടിയിൽ ഗ്രീൻ കളറും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇവിടെ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല രസമില്ലേ കാണാൻ? നമ്മുടെ റവയിൽ പെയിന്റ് ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് ഇതിന്റെ നടുക്ക് അശോക ചക്രം കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ അശോക ചക്രം ഞാൻ പേപ്പറിൽ വരച്ച് വെട്ടിയെടുത്താണ്. ഇനി നമുക്ക് ഇതിന്റെ നടുക്ക് ഫെവിക്കോൾ വെച്ച് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല രസമല്ലേ ഇത് കാണാൻ? അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.